അമ്മയുടെ സുഹൃത്ത് കൊച്ചിയിലെ ലോഡ്ജ് മുറിയിൽ വെച്ച് കൊലപ്പെടുത്തിയ ഒന്നര വയസ്സ് പ്രായമുള്ള ആൺകുഞ്ഞിൻ്റെ സംസ്കാരം ഇപ്പോൾ നടക്കുകയാണ്. എളമക്കര പോലീസും കൊച്ചി കോർപ്പറേഷനും ചേർന്നാണ് മൃതദേഹം സംസ്കരിക്കുന്നത്. കുഞ്ഞിൻ്റെ മൃതദേഹം 1.5 മാസം പ്രായമുള്ള കുഞ്ഞിൻ്റെ മൃതദേഹം ഏറ്റെടുക്കുവാൻ ബന്ധുക്കളാരും വരാത്ത സാഹചര്യത്തിലാണ് ഇപ്പോൾ പോലീസ് തന്നെ ഏറ്റെടുത്ത് സംസ്കാരം നടത്തുന്നത്. 13-ാം ദിവസമാണ് സംസ്കാരം കൊച്ചി നഗരസഭയുടെ പുല്ലേപ്പടിയിലുള്ള പൊതുശ്മശാനത്തിൽ നടത്തുന്നത്. കഴിഞ്ഞ ഡിസംബർ കഴിഞ്ഞ ഡിസംബർ 3-നാണ് ഈ കുട്ടി മരണപ്പെടുന്നത്. കുട്ടിയുടെ അമ്മയ്ക്കൊപ്പം താമസിച്ചിരുന്ന കണ്ണൂർ സ്വദേശിയായ ഷാനിഫ് എന്നയാളാണ് കുട്ടിയെ അതിക്രൂരമായി കൊലപ്പെടുത്തുന്നത്. ലോഡ്ജിൽ നിന്നും കുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ച ശേഷം ഇവർ പറഞ്ഞത് കുട്ടിക്ക് പാല് കുടിക്കുമ്പോൾ തൊണ്ടയിൽ കുടുങ്ങിയതാണ് എന്ന സംശയം. എറണാകുളം ജനറൽ ആശുപത്രിയിലായിരുന്നു കുഞ്ഞിനെ എത്തിച്ചത്. പക്ഷേ പരിശോധിച്ച് ഡോക്ടർമാർക്ക് സംശയം തോന്നിയതിനെ തുടർന്ന് പോലീസ് വിശദമായ പരിശോധന നടത്തുകയായിരുന്നു. പ്രാഥമികമായി നടത്തിയ അന്വേഷണത്തിൽ ഇത് കൊലപാതകമെന്ന് മനസ്സിലാക്കി. അതേ തുടർന്നാണ് ഈ ഷാനിഫ് എന്ന കണ്ണൂർ സ്വദേശിയെയും പിന്നീട് ആലപ്പുഴ സ്വദേശിയായ ഈ കുഞ്ഞിൻ്റെ അമ്മ അശ്വതി ഓമനക്കുട്ടനെയും പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. എന്നാൽ അശ്വതി ഓമനക്കുട്ടൻ ഈ കൊലപാതകത്തിൽ തനിക്ക് പങ്കില്ല, തനിക്കിതേക്കുറിച്ച് യാതൊരു അറിവുമില്ല എന്നാണ് അശ്വതി പറഞ്ഞത്. ഈ സമയം ലോഡ്ജ് മുറിയിൽ താൻ ഉറങ്ങുകയായിരുന്നു എന്നാണ് പോലീസിനോട് പറഞ്ഞത്. പക്ഷേ പോലീസ് നടത്തിയ വിശദമായ ചോദ്യം ചെയ്യലിൽ ഈ അശ്വതി കുറ്റം സമ്മതിക്കുകയായിരുന്നു. പിന്നീട് 1-ാം പ്രതിയായി കണ്ണൂർ സ്വദേശിയായ ഷാനിഫ്, 2-ാം പ്രതിയായി കുഞ്ഞിൻ്റെ അമ്മ ആലപ്പുഴ സ്വദേശിയായ അശ്വതി ഓമനക്കുട്ടൻ തുടങ്ങിയവരെയാണ് പ്രതികളാക്കി പോലീസ് അവരെ റിമാൻഡ് ചെയ്തു. കഴിഞ്ഞ ഡിസംബർ 3-നാണ് ഇവർ കറുകപ്പള്ളിയിലെ ഒരു ലോഡ്ജ് മുറിയിൽ റൂം എടുക്കുന്നത്. ഈ 2-ാം തീയതി പല കാരണങ്ങളും ഇവർ തമ്മിലുള്ളൊരു ബന്ധം, അതായത് ഷാനിഫുമായുള്ളൊരു ബന്ധം കഴിഞ്ഞ 4 മാസമായാണ് തുടർന്നത്. ഈ 4 മാസം ഈ യുവതി മറ്റൊരാളും ഈ ബന്ധത്തിലായിരുന്നു. അങ്ങനെയാണ് ഈ കുഞ്ഞുണ്ടാകുന്നത്. അതിനുശേഷം ഇയാളുമായി പ്രണയത്തിലാകുകയും പിന്നീട് പക്ഷേ ഈ കുഞ്ഞ് ജനിച്ച അന്ന് മുതൽ ഈ കുഞ്ഞിനെ കൊലപ്പെടുത്തണമെന്നുള്ളൊരു തീരുമാനവുമായാണ് ഷാനിഫ് ഈ യുവതിക്കൊപ്പം ഉണ്ടായിരുന്നത്. പല ശ്രമങ്ങൾ അയാൾ നടത്തിയിരുന്നു. എന്നാൽ കുഞ്ഞിനെ അന്ന്, അതായത് ഡിസംബർ 2-ാം തീയതി വൈകിട്ട് കറുകപ്പള്ളിയിലെ ലോഡ്ജിൽ മുറിയെടുത്ത ശേഷമാണ് ഈ കുഞ്ഞിനെ കൊലപ്പെടുത്തുന്നത്. ഇപ്പോൾ കുഞ്ഞിൻ്റെ സംസ്കാര ചടങ്ങുകൾ പോലീസിൻ്റെയും കൊച്ചി കോർപ്പറേഷൻ അധികൃതരുടെയും നേതൃത്വത്തിൽ നടക്കുകയാണ്. അവർ ബുക്കുകളുമായി എത്തി കൊച്ചിൻ്റെ അവസാനമായ യാത്രയയപ്പ് നൽകുകയാണ്. ഈ ലോകത്ത് പിറന്നു വീണ ഉടൻ തന്നെ ലോകത്തിൻ്റെ കള്ളവും ചതിയും തിരിച്ചറിയാതെ ആ കുഞ്ഞ് വിട പറയുകയാണ്. അവന് അനാഥനായി, അവന് അച്ഛനുണ്ട്, അമ്മയുണ്ട്, അമ്മയുടെയും അച്ഛൻ്റെയും സുഹൃത്തുക്കളുണ്ട്. പക്ഷേ അവൻ അനാഥനായാണ് മടങ്ങുന്നത്. ഈ ലോകത്തിലെ കള്ളവും ചതിയും ഒന്നും അറിയാതെ പിറന്നു വീണ ഉടൻ തന്നെ അവൻ ഈ ലോകത്തിനോട് വിട പറയുകയാണ്. ആ ഹൃദയഭേദകമായ കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുനിൽക്കുന്നത്. അവന് അവസാനമായി യാത്രയയക്കാൻ കൊച്ചിയിലെ പോലീസ് ഉദ്യോഗസ്ഥരും കൊച്ചി കോർപ്പറേഷനിലെ അധികൃതരും മാധ്യമപ്രവർത്തകരും ഏതാനും സാംസ്കാരിക പ്രവർത്തകരും മാത്രമാണ് ഉള്ളത്. ഈ കുഞ്ഞിനെ അതിക്രൂരമായി കൊലപ്പെടുത്തിയ അമ്മയുടെ സുഹൃത്തായ ഷാനിഫ് എന്നയാളും ഇപ്പോൾ റിമാൻഡിൽ കഴിയുകയാണ്. 13 ദിവസമായി കളമശ്ശേരി മെഡിക്കൽ കോളേജിലായിരുന്നു കുഞ്ഞിൻ്റെ മൃതദേഹം സൂക്ഷിച്ചിരുന്നത്. ഈ കുഞ്ഞിൻ്റെ പിതാവിനെ പോലീസ് കണ്ടെത്തിയിരുന്നു. കണ്ണൂർ സ്വദേശിയാണ്. ഇയാളുടെ ബന്ധുക്കളോട് ഈ കുഞ്ഞിൻ്റെ സംസ്കാര ചടങ്ങുകൾ ഏറ്റെടുത്ത് നടത്താമോ എന്ന് ചോദിച്ചപ്പോൾ അവർ വിസമ്മതിക്കുകയായിരുന്നു. അത് രേഖാമൂലം പോലീസിന് എഴുതി നൽകുകയുമായിരുന്നു. എന്നാൽ കുഞ്ഞിൻ്റെ അമ്മയായ അശ്വതിയുടെ ബന്ധുക്കളോടും പോലീസ് തിരക്കിയിരുന്നു. മൃതദേഹം സംസ്കരിക്കുവാൻ മുൻകൈ എടുക്കാമോ എന്ന് ചോദിച്ചു. പക്ഷേ ഇത് ചോദിച്ചിരുന്നു. പക്ഷേ അവരും തയ്യാറാകാതെ വന്നതിനെ തുടർന്ന് എളമക്കര പോലീസിൻ്റെ നേതൃത്വത്തിൽ കൊച്ചി കോർപ്പറേഷനും ഇത് ഏറ്റെടുത്ത് മൃതദേഹ സംസ്കാരം നടത്തുവാൻ തീരുമാനിക്കുകയായിരുന്നു. ഇപ്പോൾ കൊച്ചി നഗരസഭയുടെ നേതൃത്വത്തിലുള്ള പുല്ലേപ്പടി ശ്മശാനത്തിലാണ് സംസ്കാരം ചടങ്ങുകൾ നടക്കുന്നത്.
1.5 മാസം പ്രായമായ ഒരു ആൺകുഞ്ഞിനെയാണ് അമ്മയുടെ സുഹൃത്ത് ഇത്ര ക്രൂരമായി കൊലപ്പെടുത്തിയത്. ഇയാൾ പലതവണ കുഞ്ഞിനെ മർദ്ദിക്കുകയും ചെയ്യുമായിരുന്നു. അതോടൊപ്പം തന്നെ ഇയാൾ കുഞ്ഞിൻ്റെ തലയൊട്ടിക്ക് ക്ഷതം, ഇയാളുടെ കാൽമുട്ടുകൊണ്ട് തലയിലിടിച്ച് തലയൊട്ടിക്ക് ക്ഷതം ഏൽപ്പിച്ചാണ് കൊലപ്പെടുത്തിയത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അത് വ്യക്തമായിരുന്നു. മാത്രമല്ല, കുഞ്ഞ് മരിച്ചു എന്ന് ഉറപ്പാക്കുന്നതിന് വേണ്ടി ഇയാൾ കുഞ്ഞിൻ്റെ വയറിൽ കടിക്കുകയും ചെയ്തിരുന്നു. കുഞ്ഞ് മരിച്ചു എന്ന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയാണ് ഇരുന്നത്. ഈ സമയം കുഞ്ഞിൻ്റെ മാതാവ് ഈ മുറിക്കുള്ളിൽ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ പോലീസ് പിടിയിലായപ്പോൾ അവർ പറയുന്നത് തനിക്ക് ഇതിനെപ്പറ്റി അറിവില്ല, ഈ സംഭവം താൻ അറിഞ്ഞില്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ പോലീസ് വിശദമായ ചോദ്യം ചെയ്തതിൽ ഈ അമ്മയും ഇതിൽ കുറ്റക്കാരി തന്നെയാണെന്ന് കണ്ടെത്തുകയായിരുന്നു. അങ്ങനെ കേസിലെ 2ാം പ്രതിയായി അമ്മയെ ഇപ്പോൾ സംസ്കാര ചടങ്ങുകൾ ഇപ്പോൾ നടക്കുകയാണ്. ഈ കുഞ്ഞിന് ഒരുപക്ഷെ ഈ ലോകത്തിൻ്റെ കള്ളവും സതിയുമൊന്നും അറിയാതെ ആ കുഞ്ഞ് യാത്രയാകുകയാണ്. 13 ദിവസം കളമശ്ശേരിയിലെ മെഡിക്കൽ കോളേജിലെ മോർച്ചറിയിൽ കുഞ്ഞിൻ്റെ മൃതദേഹം ഉറ്റവരാരെങ്കിലും വരുമോ എന്ന് അറിയുന്നതിനായി സൂക്ഷിച്ചു. പക്ഷേ ആരും എത്തിയില്ല. അവന് ജന്മം നൽകിയൊരു പിതാവുണ്ട്, അമ്മയുണ്ട്. അമ്മ ഇപ്പോൾ കുഞ്ഞിനെ കൊലപ്പെടുത്തിയ കേസിൽ ജയിലിലാണ്. ആരും വരാത്തതിനെ തുടർന്ന് ബന്ധുക്കളുമായി പോലീസ് തിരക്കി. പക്ഷേ പോലീസ് ബന്ധുക്കളാരും തന്നെ ഈ സംസ്കാരം ഏറ്റെടുത്ത് നടത്തുവാൻ തയ്യാറായില്ല. അതേ തുടർന്ന് കൊച്ചി പോലീസ് തന്നെ ഈ മൃതസംസ്കാരത്തിൻ്റെ ചടങ്ങുകൾ അത് ഏറ്റെടുക്കുകയായിരുന്നു. കൊച്ചി കോർപ്പറേഷനുമായി ചേർന്നുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ സംസ്കാരം നടത്തുന്നത്. കഴിഞ്ഞ ഡിസംബർ മാസം ഈ വിവരം അറിഞ്ഞുകൊണ്ട് നിരവധി നാട്ടുകാർ ഈ കുഞ്ഞിനെ ഒരു നോക്ക് കാണുവാൻ വേണ്ടി എത്തുന്നുണ്ട്. അവൻ്റെ ബന്ധുക്കളും, ജന്മം നൽകിയ പിതാവിൻ്റെ ബന്ധുക്കളും അമ്മയുടെ ബന്ധുക്കളും ഒന്നും ആ കുഞ്ഞിനെ ഒരു നോക്ക് കാണാൻ വരാത്ത സാഹചര്യത്തിലാണ് ഈ ആളുകൾ ഇവിടെ എത്തി. അവർ വിതുമ്പുകയാണ്. കൊച്ചി നഗരസഭയുടെ ആളുകൾ അവർ എത്തിയിട്ടുണ്ട്. ഉദ്യോഗസ്ഥർ, പോലീസ് ഉദ്യോഗസ്ഥർ, സാമൂഹിക പ്രവർത്തകർ തുടങ്ങിയ ആളുകളാണ് അവൻ അവസാനമായി യാത്രയാക്കുന്നത്. അവൻ അവസാനമായി മടങ്ങുന്നത് ഒരു അനാഥനായാണ്. കൊച്ചിയിലെ കറുകപ്പള്ളിയിലുള്ള ഒരു ലോഡ്ജ് മുറിയിൽ വെച്ചാണ് ഷാനിഫ് എന്ന കണ്ണൂർ സ്വദേശി ഈ കുഞ്ഞിനെ മൃഗീയമായി കൊലപ്പെടുത്തുന്നത്. ഇയാളുടെ കാൽമുട്ടുകൊണ്ട് കുഞ്ഞിൻ്റെ തലയിൽ ഇടിച്ച് ക്ഷതം വരുത്തിയാണ് കൊലപ്പെടുത്തുന്നത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ തലയോട്ടിക്ക് ഏറ്റ മാരകമായ മുറിവാണ് മരണത്തിന് കാരണമെന്ന് കണ്ടെത്തിയിരുന്നു. തുടർന്ന് കുഞ്ഞിൻ്റെ തൊണ്ടയിൽ പാൽ കുടിച്ചപ്പോൾ കുടുങ്ങി എന്ന് പറഞ്ഞ് എറണാകുളം ജനറൽ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. എറണാകുളം ജനറൽ ആശുപത്രിയിൽ എത്തിക്കുമ്പോൾ ഡോക്ടർമാർക്കൊരു സംശയം തോന്നുന്നു. ഡോക്ടർമാർ നടത്തിയ പരിശോധനയിലാണ് ഇത് കൊലപാതകം എന്ന് മനസ്സിലാകുകയും പിന്നീട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരികയും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ് കുഞ്ഞിനെ കൊലപ്പെടുത്തിയതാണെന്നും ഈ 2 പേർ, അതായത് കുഞ്ഞിൻ്റെ അമ്മയും അമ്മയ്ക്കൊപ്പം താമസിക്കുന്ന സുഹൃത്ത് മനസ്സിലായത്. ഇപ്പോൾ ഈ കുഞ്ഞിന് അന്ത്യാഞ്ജലികൾ അർപ്പിക്കുകയാണ്. പുഷ്പങ്ങൾ നഗരസഭാ പ്രതിനിധികൾ കുഞ്ഞിന് നൽകുന്നു. അവൻ്റെ അവന് കളിപ്പാട്ടങ്ങൾ പോലീസുകാർ വാങ്ങി നൽകിയ കളിപ്പാട്ടവുമായാണ് അവനെ യാത്രയാക്കുന്നത്. നഗരസഭ പുഷ്പങ്ങൾ അർപ്പിക്കുകയാണ് ഇപ്പോൾ നഗരസഭ ചെയർമാൻ. പോലീസിൻ്റെ സല്യൂട്ട് കുഞ്ഞിനെ ഇവിടെ അവസാനമായി യാത്രയാക്കുന്നത് പോലീസ് സല്യൂട്ട് നൽകുകയാണ്. പോലീസ് തന്നെ ഈ കുഞ്ഞിൻ്റെ സംസ്കാരത്തിന് കാർമ്മികത്വം വഹിച്ചു, അല്ലെങ്കിൽ നേതൃത്വം നൽകി എന്ന് പറയാം. ഇപ്പോൾ പോലീസിൻ്റെ ഔദ്യോഗികമായ
സല്യൂട്ടോട് കൂടിയ കുഞ്ഞിനെ ഇപ്പോൾ യാത്രയാക്കുകയാണ്. അനാഥനായി അവൻ മടങ്ങുകയാണ്. അവസാനമായി അവനെ യാത്രയാക്കാൻ ഒരു വട്ടം പോലീസ് ഉദ്യോഗസ്ഥർ പോലീസ് ഉദ്യോഗസ്ഥർ അവർ കളിപ്പാട്ടം അവൻ്റെ മൃതദേഹത്തിനരികിൽ വെച്ച് കൊടുക്കുകയാണ്. ആ കുഞ്ഞിന് കളിപ്പാട്ടവും വാങ്ങി നൽകിയാണ് പോലീസ് ഉദ്യോഗസ്ഥരുടെ യാത്രയാക്കുന്നത്. വലിയ ഹൃദയഭേദകമായൊരു കാഴ്ച തന്നെയാണ് ഇപ്പോൾ കൊച്ചിയിലെ പുല്ലേപ്പടി പൊതുശ്മശാനം സാക്ഷ്യം വഹിക്കുന്നത്. അമ്മയ്ക്കൊപ്പം താമസിച്ച സുഹൃത്തും ചേർന്ന് കൊലപ്പെടുത്തിയ 1.5 മാസം പ്രായമുള്ള കുഞ്ഞിൻ്റെ മൃതദേഹം ഇപ്പോൾ സംസ്കാരത്തിനായി പുല്ലേപ്പടിയിലെ പൊതുശ്മശാനത്തിലേക്ക് പോലീസ് ഉദ്യോഗസ്ഥരുടെയും കൊച്ചി കോർപ്പറേഷൻ അധികൃതരുടെയും നേതൃത്വത്തിൽ കൊണ്ടുപോകുന്ന കാഴ്ചയാണ് ഇപ്പോൾ തത്സമയം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവനായി തയ്യാറാക്കിയിരിക്കുന്നത് ഈ കുഴിമാടമാണ്. അവിടേക്കാണ് മൃതദേഹം സംസ്കരിക്കുന്നതിന് വേണ്ടി നഗരസഭാ പ്രതിനിധികളും പോലീസും ചേർന്ന് അവൻ്റെ കുഞ്ഞു മൃതദേഹം എത്തിക്കുന്നത്. പേര് പോലും അവൻ ഇട്ടിരുന്നുണ്ടാവില്ല. അങ്ങനെ ആ കുഞ്ഞിനെ അനാഥനായി മടങ്ങുന്ന ആ കുഞ്ഞിനൊരു പേര് പോലും ഒരുപക്ഷെ ആ മാതാപിതാക്കൾ ഇട്ടിട്ടുണ്ടാവില്ല. അവരെല്ലാവരും ഉണ്ടായിരുന്നു, അച്ഛനും ഉണ്ടായിരുന്നു, അമ്മയും ഉണ്ടായിരുന്നു. പക്ഷേ അമ്മയുടെ ക്രൂരതയിൽ ആ കുഞ്ഞ് ഈ ലോകത്തോട് വിട പറയുകയായിരുന്നു. എല്ലാവരും ഉണ്ടായിട്ടും അനാഥനായാണ് അവൻ മടങ്ങുന്നത്. അച്ഛനെയോ അമ്മയോ അച്ഛൻ്റെ ബന്ധുക്കളോ അമ്മയുടെ ബന്ധുക്കളോ അവനെ യാത്രയാക്കുവാൻ എത്തിയില്ല. അവനെ കൊലപ്പെടുത്തിയ കേസിൽ ഷാനിഫ് എന്ന കണ്ണൂർ സ്വദേശിയായ ചെറുപ്പക്കാരൻ ഇപ്പോൾ ജയിലിൽ കഴിയുകയാണ്. അവന് അവസാനമായി യാത്രയാക്കാൻ പോലീസ് കളിപ്പാട്ടവുമായി എത്തി. പോലീസിൻ്റെയും കൊച്ചി കോർപ്പറേഷൻ്റെ അധികൃതരുടെയും നേതൃത്വത്തിലാണ് അവന് യാത്ര നൽകുന്നത്. ഒപ്പം ഒരുപറ്റം മാധ്യമപ്രവർത്തകരും ജനപ്രതിനിധികളും സാമൂഹിക പ്രവർത്തകർ അടക്കമുള്ള ആളുകൾ, നാട്ടുകാർ അടക്കമുള്ള ആളുകൾ അന്ത്യോപചാരം അർപ്പിക്കുന്നതിന് വേണ്ടി, അന്ത്യാഞ്ജലി അർപ്പിക്കുന്നതിന് വേണ്ടി, ആ കുഞ്ഞിനെ യാത്രയാക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിരുന്നു. ഈ ലോകത്തിൻ്റെ കള്ളവും ചതിയും അറിയാതെ അവൻ യാത്രയാകുകയാണ്. അവസാനമായി പോലീസിൻ്റെ ആദരവ് ആ കുഞ്ഞിന് നൽകുന്നു. തങ്ങൾക്കിടയിൽ ജീവിക്കേണ്ട, തങ്ങൾക്കിടയിൽ വളർന്നു വരുന്നേണ്ട കുഞ്ഞിനെയാണ് ഷാനിഫ് എന്ന നരാധവൻ അതിക്രൂരമായി കൊലപ്പെടുത്തിയത്. 4 മാസം ഉള്ള ഒരു ബന്ധത്തിൻ്റെ പേരിൽ കുഞ്ഞുമായി ഈ കുഞ്ഞിൻ്റെ അമ്മ ഷാനിഫിനൊപ്പം മുറിയെടുക്കുകയായിരുന്നു. പക്ഷേ ഷാനിഫ് എന്ന യുവാവ് അവൻ മനസ്സിൽ കരുതിയിരുന്നത് ഈ കുഞ്ഞിനെ കൊലപ്പെടുത്തിയതിനു ശേഷം ഈ കുഞ്ഞിൻ്റെ അമ്മയായ അശ്വതി ഓമനക്കുട്ടനുമായി സുഖമായി ജീവിക്കാമെന്നാണ്. പക്ഷേ അവരിപ്പോൾ ജയിലിൽ കഴിയുകയാണ്. പക്ഷേ ആ കുഞ്ഞ് ഈ ലോകത്തു നിന്നും വിട പറഞ്ഞു. അവനാരുമില്ലാതെ അവൻ ഈ ലോകത്തു നിന്നും വിട പറയുകയാണ്. ജന്മം നൽകിയ അച്ഛനുണ്ട്, അമ്മയുണ്ട്. അമ്മ ഇപ്പോൾ ജയിലിൽ കഴിയുകയാണ്. ആരോരുമില്ലാതെ, ഉറ്റവരും ഉടയവരുമില്ലാതെ അവൻ അനാഥനായി തന്നെ ഈ ലോകത്തോട് വിട പറയുകയാണ്. അവനെ യാത്രയാക്കുന്നതിന് വേണ്ടി കൊച്ചി പോലീസ് ഓഫീസർമാർ, നഗരസഭാ പ്രതിനിധികൾ, നാട്ടുകാർ, ജനപ്രതിനിധികൾ, മാധ്യമപ്രവർത്തകർ അടക്കമുള്ള ആളുകൾ ഇവിടെ എത്തി ചേർന്നിരിക്കുകയാണ്. കൊച്ചി നഗരസഭയുടെ പുല്ലേപ്പടി പൊതുശ്മശാനത്തിലാണ് ഈ 1.5 മാസം പ്രായമുള്ള കുഞ്ഞിൻ്റെ സംസ്കാരം നടക്കുന്നത്. കഴിഞ്ഞ ഡിസംബർ 3-നാണ് പുലർച്ചെയാണ് കുഞ്ഞിനെ കൊലപ്പെടുത്തിയത്. ഡിസംബർ 30-നാണ് ഈ കുഞ്ഞ് അമ്മയുമായി ഈ ഷാനിഫ് എന്ന ആൾക്കൊപ്പം കറുകപ്പള്ളിയിലെ ലോഡ്ജിൽ മുറിയെടുക്കുന്നത്. അതിനു മുൻപേ വരെ ഈ കുഞ്ഞിനെ വളരെ ക്രൂരമായി ഈ ഷാനിഫ് മർദ്ദിക്കുമായിരുന്നു. എങ്ങനെയെങ്കിലും കൊല്ലണമെന്ന് കരുതിയാണ് ഇയാൾ കുഞ്ഞിനെ മർദ്ദിച്ചിരുന്നത്. പിന്നീട് 1-ാം തീയതി റൂമിൽ നിന്നും പോയി. 1-ാം തീയതി പോയി, വീണ്ടും രാവിലെ പോകുന്നു, വൈകിട്ട് വീണ്ടും വന്ന് റൂം എടുക്കുകയാണ്. റൂം എടുത്തതിന് ശേഷം 2-ാം തീയതി വൈകിട്ടോടെ കൊച്ചിനെ മൃഗീയമായി മർദ്ദിക്കുകയാണ്. അതിനിടയിലാണ് പുലർച്ചെ 3 മണിയോടെ കുഞ്ഞ്
കൊല്ലപ്പെട്ടതായി മനസ്സിലാക്കുന്നു. ഇവർ ഈ കുഞ്ഞിനുമായി എറണാകുളം ജനറൽ ആശുപത്രിയിൽ എത്തിക്കുന്നു. പക്ഷേ പോലീസിന് ഡോക്ടർമാർക്ക് ചെറിയ സംശയം തോന്നുന്നു. ഡോക്ടർമാർ പോലീസിനെ വിവരം അറിയിക്കുന്നു. പിന്നീട് പരിശോധന നടത്തിയപ്പോൾ കുഞ്ഞിൻ്റെ ദേഹത്ത് മുറിവുകൾ ഉള്ളതായി സംശയം പ്രകടിക്കുന്നു. അങ്ങനെ ഇരുവരും പോലീസ് കസ്റ്റഡിയിലാണ്. പിന്നീട് പ്രാഥമികമായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ് ഈ വിവരം പുറത്തുവരുന്നത്. കുഞ്ഞിൻ്റെ മരണം കൊലപാതകം തന്നെയാണ്. തലയോട്ടിയിലുണ്ടായ മാരകമായ ഒരു ക്ഷതമാണ് മരണത്തിന് കാരണമെന്നും ഇയാൾ കുഞ്ഞിൻ്റെ വയറിൽ കടിച്ചിട്ടുണ്ട്. അത് കടിച്ചത് കുഞ്ഞിൻ്റെ മരണം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയാണ് ഇയാൾ കടിച്ചു നോക്കിയതെന്നും പോലീസിനോട് പറഞ്ഞിരുന്നു. ഇതേ തുടർന്നാണ് കണ്ണൂർ സ്വദേശിയായ ഷാനിഫ് പോലീസ് പിടിയിലാകുന്നത്. പക്ഷേ ഷാനിഫ് പോലീസ് പിടിയിലാകുമ്പോഴും ഈ അശ്വതി ഓമനക്കുട്ടൻ എന്ന ഈ കുഞ്ഞിൻ്റെ അമ്മ അവർ കുറ്റം സംഭവിച്ചില്ല. തനിക്ക് ഇതേപ്പറ്റി ഒന്നും അറിയില്ല. 4 മാസം മുൻപാണ് ഈ ഷാനിഫുമായി ഒരു ബന്ധം തുടർന്ന് ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കുവാൻ തീരുമാനമെടുക്കുകയായിരുന്നു. അങ്ങനെ ഒരുമിച്ച് ജീവിച്ച് വരികയായിരുന്നു. കുട്ടിയുടെ പിതാവ് മറ്റൊരാളാണ്. പക്ഷേ എനിക്ക് ഈ കൊലപാതകത്തിൽ യാതൊരു പങ്കുമില്ല. എനിക്കിതിനെപ്പറ്റി അറിയില്ല. ഞാൻ കിടന്നുറങ്ങുകയായിരുന്നു എന്നാണ് പോലീസിനോട് പറഞ്ഞത്. പക്ഷേ പോലീസ് ഈ കാര്യം വിശ്വാസത്തിലെടുത്തില്ല. പോലീസ് വിശദമായി തന്നെ ഈ അശ്വതി ഓമനക്കുട്ടൻ എന്ന കുഞ്ഞിൻ്റെ അമ്മയെ ചോദ്യം ചെയ്തു. ഒടുവിൽ അവർ കുറ്റം സമ്മതിക്കുകയാണ്. അങ്ങനെ ഈ കേസിലെ 2ാം പ്രതിയായി അശ്വതി ഓമനക്കുട്ടൻ മാറുന്നു. ഷാനിഫ് എന്ന കണ്ണൂർ സ്വദേശിയാണ് കേസിൽ കുഞ്ഞിനെ കൊലപ്പെടുത്തിയ കേസിലെ 1ാം പ്രതിയായി മാറിയിരിക്കുന്നത്. പിന്നീട് കളമശ്ശേരി മെഡിക്കൽ കോളേജിലായിരുന്നു ഈ കുഞ്ഞിൻ്റെ മൃതദേഹം സൂക്ഷിച്ചിരുന്നത്. ബന്ധുക്കൾ ആരെങ്കിലും കുഞ്ഞിൻ്റെ മൃതദേഹം ഏറ്റെടുക്കുവാനായി വരുമെന്നൊരു പ്രതീക്ഷ പോലീസിനുണ്ടായിരുന്നു. ആ സാഹചര്യത്തിലാണ് പോലീസ് ഈ ബന്ധുക്കളുമായി ബന്ധപ്പെട്ട് ഈ കുഞ്ഞിൻ്റെ അച്ഛനെ, കണ്ണൂർ സ്വദേശിയാണ്, അയാളെ പോലീസ് കണ്ടെത്തി അയാളോട് ഈ കുഞ്ഞിൻ്റെ മൃതദേഹം ഏറ്റെടുത്ത് സംസ്കാരം നടത്തണമെന്ന് അഭ്യർത്ഥിക്കുകയായിരുന്നു. പക്ഷേ അയാൾ അത് വിസമ്മതിച്ചു. രേഖാമൂലം അയാളിൽ നിന്നും എഴുതി വാങ്ങുകയും ചെയ്തു. അയാൾ തയ്യാറായില്ല. പിന്നീട് അശ്വതി ഓമനക്കുട്ടൻ്റെ വീട്ടുകാരുമായി, ആലപ്പുഴ സ്വദേശിനിയായ അശ്വതി ഓമനക്കുട്ടൻ്റെ വീട്ടുകാരുമായി പോലീസ് ബന്ധപ്പെടുന്നു. അവിടെയും അവർ വിസമ്മതിക്കുകയായിരുന്നു. അങ്ങനെ അപ്പോൾ ഒടുവിൽ കൊച്ചി കോർപ്പറേഷനും പോലീസും തന്നെ അത് മൃതദേഹം സംസ്കരിക്കുവാൻ തീരുമാനിക്കുകയായിരുന്നു. അങ്ങനെ ഇന്ന് കൊച്ചി നഗരസഭയുടെ കീഴിലുള്ള പുല്ലേപ്പടി പൊതുശ്മശാനത്തിലെ കുഞ്ഞ് അന്ത്യവിശ്രമം കൊള്ളും. അവനെ എടുത്തു പറയാൻ ഒരു പേര് പോലും ഇല്ല ആ കുഞ്ഞിന്. കാരണം ജന്മം നൽകിയവർ അവനോട് അത്ര ക്രൂരതയാണ് ചെയ്തത്. കാരണം അമ്മയ്ക്കൊപ്പം താമസിച്ചിരുന്ന സുഹൃത്താണ് ലോഡ്ജ് മുറിയിൽ വെച്ച് അതിക്രൂരമായി കുഞ്ഞിനെ കൊലപ്പെടുത്തിയത്. അവസാനമായി അനാഥനായി മടങ്ങുകയാണ്. ഈ പൊതുശ്മശാനത്തിൽ അവൻ അന്ത്യവിശ്രമം കൊള്ളുകയാണ്. പോലീസിൻ്റെ ഔദ്യോഗിക ബഹുമതികളോടെ അന്ത്യാഞ്ജലികൾ അർപ്പിച്ച് അവർ സല്യൂട്ട് നൽകി ആ കുഞ്ഞിന് യാത്രയയപ്പ് നൽകിയിരിക്കുകയാണ്.